നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുന്നതനുസരിച്ച് സാധാരണക്കാരുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞാൽ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് ഇന്ത്യ ചിലവാക്കുന്ന തുകയിൽ വലിയൊരു ഭാഗം മിച്ചം പിടിക്കാൻ സാധിക്കും. എന്നാൽ എവറസ്റ്റ് പോലെ വില കയറുന്നതല്ലാതെ കുറയുന്നില്ലല്ലോ എന്ന ആശങ്കയ്ക്ക് വിരാമം കുറിക്കാൻ പോകുന്നു. ഇന്ത്യ ഉൾപ്പെടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന പല രാജ്യങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പതിറ്റാണ്ടുകളുടെ പ്രയത്നത്തിനു ശേഷം കെനിയയും ക്രൂഡ് ഓയിൽ ഉൽപാദന രംഗത്തേക്ക് കടക്കുന്നു. 2026ഓടെ വാണിജ്യാടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ ഉൽപാദനവും കയറ്റുമതിയും ആരംഭിക്കാൻ കെനിയ പദ്ധതിയിടുന്നുവെന്ന് കെനിയൻ ഊർജ്ജ പെട്രോളിയം മന്ത്രി ഒപിയോ വാണ്ടായി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. രാജ്യത്തിന്റെ വടക്കുഭാഗത്തുള്ള സൗത്ത് ലോക്കിച്ചാർ ബേസിനിലെ ഓൺഷോർ ഓയിൽ ശേഖരം കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന പ്രവർത്തനം. തുർക്കാന മേഖലയിലെ സൗത്ത് ലോക്കിച്ചാർ ബേസിനിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കാവുന്ന ഓയിൽ ശേഖരം ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ കെനിയ കണ്ടെത്തിയിരുന്നു. UK ആസ്ഥാനമായുള്ള ടുലോ ഓയിൽ, ടോട്ടൽ എനർജീസ്, ആഫ്രിക്ക ഓയിൽ എന്നിവരുമായി ചേർന്ന് കെനിയ പര്യവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ധനസഹായ പ്രശ്നങ്ങൾ, നിക്ഷേപകരുടെ പിന്മാറ്റം, ഓയിൽ ഫീൽഡുകളുടെ ലോജിസ്റ്റിക് സങ്കീർണതകൾ എന്നിവ കാരണം പദ്ധതി വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു. 2023 ടോട്ടൽ എനർജീസും ആഫ്രിക്കൻ ഓയിലും സൗത്ത് ലോക്കിച്ചാർ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത്. ഇതോടെ ടുലോ ഓയിൽ പദ്ധതിയുടെ ഏക ഉടമയുമായി. യഥാർത്ഥത്തിൽ ഇത് കെനിയയുടെ ഓയിൽ സ്വപ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയായിരുന്നു. ടുലോ ഓയിലിന് ക്രൂഡ് ഓയിൽ വടക്കൻ മേഖലയിൽ നിന്ന് കൊണ്ടുപോകാൻ ആവശ്യമായ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് ധനസഹായം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പ്രധാന വെല്ലുവിളി. എന്നാൽ ഗൾഫ് എനർജിയുമായുള്ള ഇടപാട് പദ്ധതിക്ക് പുതിയ ഉണർവ് നൽകിയെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഈ വർഷം ആദ്യമാണ് ടുലോ ഓയിൽ കെനിയയിലെ തന്റെ മുഴുവൻ വർക്കിംഗ് ഇൻട്രസ്റ്റുകളും കുറഞ്ഞത് $120 മില്യൺ ഗൾഫ് എനർജി ലിമിറ്റഡിന് വിൽക്കാനുള്ള കരാറിൽ ഏർപ്പെടുന്നത്. നിലവിൽ ഗൾഫ് എനർജി ടുലോയുടെ ആസ്തികൾ ഏറ്റെടുക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. ഉൽപാദനത്തിനും കയറ്റുമതിക്കുമായി ഇനി സർക്കാരിന്റെ അന്തിമ അനുമതി മാത്രമാണ് ആവശ്യമായുള്ളത്. പദ്ധതി പ്രകാരം തുടക്കത്തിൽ പ്രതിദിനം 60,000 മുതൽ 1,00,000 ബാരൽ വരെ ഉൽപാദനമാണ് പ്രതീക്ഷിക്കുന്നത്. 25 വർഷത്തിനുള്ളിൽ ഏകദേശം 560 മില്യൺ ബാരൽ ശേഖരിക്കാവുന്ന ഓയിൽ ഇവിടെ ലഭ്യമാണ് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പദ്ധതി വിജയകരമായാൽ കെനിയ ആഗോള ഓയിൽ വിപണിയിൽ ഒരു പ്രധാന കളിക്കാരനായി മാറുമെന്നതിൽ സംശയമില്ല. പദ്ധതിയുടെ ഏറ്റവും നിർണായകരമായ ഘടകം സൗത്ത് ലോക്കിച്ചാർ ബേസിനിൽ നിന്ന് തീരപ്രദേശത്തേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോകാൻ ഒരു പൈപ്പ് ലൈൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ധനസഹായ പ്രശ്നങ്ങൾ മൂലം മുൻപ് തടസ്സപ്പെട്ട പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനാണ് ഗൾഫ് എനർജിയും കെനിയൻ സർക്കാരും മുൻഗണന നൽകുന്നത്. പൈപ്പ് ലൈൻ ഓയിൽ ഫീൽഡുകളെ ലാമോ തുറമുഖവുമായി ബന്ധിപ്പിക്കും. ഇവിടെ എത്തുന്ന ക്രൂഡ് ഓയിൽ കപ്പലുകൾ വഴി വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ക്രൂഡ് ഓയിൽ കയറ്റുമതി വിജയകരമായാൽ കെനിയയുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇത് വൻ മാറ്റങ്ങൾ ഉണ്ടാക്കും. പദ്ധതി വലിയ തോതിലുള്ള വരുമാനം സൃഷ്ടിക്കുന്നതിനോടൊപ്പം രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന തുർക്കാന മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്കും സഹായകരമാകും. കെനിയ കൂടി ക്രൂഡ് ഓയിൽ വിതരണ രംഗത്തേക്ക് കടന്നു വരുന്നത് ആഗോള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 32.6% വിഹിതം വഹിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ചെറുതല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിച്ചേക്കും. വിതരണം കൂടുമ്പോൾ വില കുറയുകയും ഇറക്കുമതി രാഷ്ട്രങ്ങൾക്ക് വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു ലാഭം. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ ഇറക്കുമതിക്ക് കെനിയയെയും ആശ്രയിക്കാനാകും. ഗൾഫ് രാഷ്ട്രങ്ങളിൽ സൗദി അറേബ്യ, UAE, കുവൈറ്റ് എന്നിവ ഒപെക് പ്ലസ് അംഗങ്ങളാണ്. കെനിയയുടെ കയറ്റുമതി ഒപെക് പ്ലസിന്റെ ഉൽപാദന നിയന്ത്രണ തന്ത്രങ്ങളെ നേരിട്ട് ബാധിക്കില്ല എങ്കിലും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ച വിതരണം വിപണി സന്തുലനത്തെ ബാധിക്കാമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. 2023 ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 41% റഷ്യയിൽ നിന്നും, 20% ഇറാഖിൽ നിന്നും, 15% സൗദി അറേബ്യയിൽ നിന്നും, 11% UAEയിൽ നിന്നുമാണ്. കെനിയയുടെ എണ്ണ പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള പുതിയ വിതരണ സ്രോതസ്സായി മാറുകയാണെങ്കിൽ ഇന്ത്യയുടെ ഇറക്കുമതി സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കാൻ ഇത് സഹായിക്കും. ഇത് റഷ്യ, GCC രാഷ്ട്രങ്ങളെ പൂർണ്ണമായി ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യും.